നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സെൻറ്റ് ജോർജ് ഫെറോണ ചർച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പള്ളിയെ ഇടപ്പള്ളി പള്ളി എന്നും അറിയപ്പെടുന്നു. സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു. പ്രതിവർഷം ഏതാണ്ട് 5 ദശലക്ഷം ആളുകളോളം ഇവിടം സന്ദർശിക്കുന്നു. AD 593 ആദ്യത്തെ പള്ളി നിർമ്മിക്കപ്പെട്ടത്. 1-ാം നൂറ്റാണ്ടിൽ തോമസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. 1080 ഈ പള്ളിയോട് ചേർന്നാണ് ഇപ്പോഴുള്ള പഴയ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന സെൻറ്റ് ജോർജിൻ്റെ തിരുനാളാണ് ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്ന്. ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന കോഴി നേർച്ചയും കോഴി ലേലംവിളിയുമെല്ലാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ്. സെൻറ്റ് ജോർജിൻ്റെ തിരുനാളാഘോഷങ്ങളും കുർബാനകളും മറ്റും നടക്കുന്നത് ഇപ്പോഴുള്ള പഴയ പള്ളിയിലാണ്. ഈ വർഷത്തെ തിരുനാളിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. AD 593 നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന പള്ളി അന്ന് വടക്കൻ പറവൂരിലെ കോട്ടക്കാവ് മർത്തോമ സീറോ മലബാർ പള്ളിയിലേക്ക് ആരാധനയ്ക്കായി പോകേണ്ടിയിരുന്ന പറവൂരിൽ നിന്നുള്ള കുടുംബാംഗങ്ങളാണ് നിർമ്മിച്ചത്. പിന്നീട് സഭ വളരുകയും 1080 രണ്ടാമത്തെ പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ പ്രധാന മദ്ബഹ ബലിപീഠവും മറ്റും 1970 നവീകരിക്കുകയും ചെയ്തു. അന്ന് ഇറക്കുമതി ചെയ്ത് നിർമ്മിച്ച ടൈലുകളും മറ്റും നമ്മൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ പള്ളി സ്ഥാപിതമായതിൻ്റെ 1400-ാം വാർഷികം 1994 ജനുവരി 18-ാം തീയതി ആഘോഷിച്ചു. അന്ന് കൊൽക്കത്തയിൽ നിന്നും മദർ തെരേസയാണ് മുഖ്യാതിഥിയായി സന്ദർശിച്ചത്. പട്ടാളക്കാരനായിരുന്ന സെൻറ്റ് ജോർജിൻ്റെ രക്തസാക്ഷിത്വത്തിന് ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. 3-ാം നൂറ്റാണ്ടിൽ AD 275-281 കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ ഗീവർഗീസ് ജീവിച്ചിരുന്നത്. സിറിയയിലെ പാലസ്തീനിൽ ജനിച്ച അദ്ദേഹം റോമൻ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു. കപ്പഡേഷ്യൻ ഗ്രീക്ക് വംശജനായ അദ്ദേഹം റോമൻ ചക്രവർത്തി ഡയോക്ലീഷ്യസിൻ്റെ പ്രറ്റോറിയൻ ആർമിയിൽ അംഗമാവുകയും തൻ്റെ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന് പിന്നാലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്തുമതത്തിലെ ഏറ്റവും ആദരണീയനായ വിശുദ്ധന്മാരിൽ ഒരാളായും വീരന്മാരിലും മെഗരിലോ രക്തസാക്ഷികളും ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു. ഏകദൈവ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയായി ക്രിസ്ത്യാനികളും ഡ്രൂസും ചില മുസ്ലിങ്ങളും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇനി നമ്മൾക്ക് ഇടപ്പള്ളിയിലെ ഏറ്റവും പുതിയ പള്ളിയായ നമ്മളിപ്പോൾ കാണുന്ന ഈ പള്ളിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2015 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഇടപ്പള്ളിയിൽ നിർമ്മിക്കുന്ന 3-ാമത്തെ പള്ളിയാണിത്. ഇതിൻ്റെ ശിലാസ്ഥാപനം 2001 ജനുവരി 1 സ്ഥാപിച്ചത്. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ അനുഗ്രഹത്താൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഒന്നാണ്. 141 അടി ഉയരവും 88,000 ചതുരശ്ര അടി വിസ്തീർണവുമാണ് ഈ പള്ളിക്കുള്ളത്. യൂറോപ്യൻ കേരളീയ വാസ്തുവിദ്യകൾ സംയോജിപ്പിച്ചാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മദ്ബഹ ബലിപീഠം ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്വർണ്ണ ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ പള്ളിക്ക് 2 മണിഗോപുരങ്ങളുണ്ട്. കൂടാതെ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും രംഗങ്ങൾ ശില്പങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നു. പുനരുദ്ധാനത്തെ ചിത്രീകരിക്കുന്ന ബലിപീഠം വിയറ്റ്നാമീസ് മാർബിളിൽ കൊത്തുപണികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 19,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രധാന ചാപ്പലിന് ഏതാണ്ട് 5,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കൂടാതെ പള്ളിയിൽ മുഴുവനായിട്ടും 10,000 പേരെ ഉൾക്കൊള്ളാനും കഴിയും. വാസ്തുശില്പികളായ പ്രശാന്ത് ജോർജ് എന്നിവരാണ് പുതിയ പള്ളിയുടെ ശില്പികൾ. ഈ പള്ളിയുടെ രാത്രി കാഴ്ചയും അതിമനോഹരമാണ്. പള്ളിക്ക് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന നിരവധി ചെറു ലൈറ്റുകളിൽ നിന്നുള്ള പ്രകാശത്തിൽ പള്ളിയെ കാണുമ്പോൾ കാഴ്ച അതിമനോഹരമായ ഒരു അനുഭവമാണ്. ഇന്ത്യയുടെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച ഈ പള്ളിയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികളാണ് ഓരോ ദിവസവും എത്തിച്ചേരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് എടപ്പള്ളി സെൻറ്റ് ജോർജ് ഫെറോന ചർച്ച് പുതിയ പള്ളിയുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇടപ്പള്ളിയിലെ ഈ വർഷത്തെ സെൻറ്റ് ജോർജിൻ്റെ തിരുനാളിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.